ജെയ്മെയിൻ 2026 ജാനുവരി 28ലുള്ള ഷിഫ്റ്റ് 1 ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. Two wires A and B made of different materials of length 6 cm and 5.4 cm respectively, and area of cross section 3 into 10 raised to minus 5 meter square അതുപോലെ 4.5 into 10 raised to minus 5 meter square respectively are stretched by the same magnitude under a given load. The ratio of Young's modulus of A to that of B is x is to 3. The value of x is എന്നാണ് question. The value of x is. Okay. അപ്പോൾ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ ദാറ്റ്സ് എ സിമ്പിൾ വൺ. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നത് y is equal to FL divided by A delta L അല്ലേ? FL divided by A delta L. L എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്, ഡെൽറ്റ എൽ ചേഞ്ചിങ് ലെങ്ത്. അതിൽ ഇവിടെ നമ്മളോട് പറഞ്ഞത് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആണ്. 6 cm ഒക്കെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. സ്ട്രെച്ച്ഡ് ബൈ ദ സെയിം എമൗണ്ട്. കണ്ടോ, സ്ട്രെച്ച്ഡ് ബൈ സെയിം മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ രണ്ടുപേർക്കും ഡെൽറ്റ എൽ സെയിം ആണ്. അണ്ടർ എ ഗിവൺ ലോഡ്, അപ്പോൾ രണ്ടുപേർക്കും എഫും സെയിം ആണ്. Therefore what you can write, y proportional to L divided by A എന്ന് കൊടുത്തു. L divided by A. ഇനി നമുക്ക് കൊടുക്കാം therefore YA divided by YB that is equal to LA എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം, LA divided by LB into AB divided by AA. Yes, that is equal to LA എത്രയാണ് 6, LB 5.4 ആണ്. സെന്റിമീറ്റർ ഒക്കെ ക്യാൻസൽ ചെയ്തു. ദെൻ അടുത്ത് 4.5 മുകളിലല്ലേ, 4.5 ഡിവൈഡഡ് ബൈ 3, 10 റേസ് ടു മൈനസ് 5ഉം 10 റേസ് ടു മൈനസ് 5ഉം കട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3ഉം 6ഉം നമ്മൾ കട്ട് ചെയ്താൽ നമുക്കിവിടെ 2 കിട്ടി. അപ്പോൾ 2 ഇൻറ്റു 4.5 അപ്പോൾ 9 കിട്ടും. 9 ഡിവൈഡഡ് ബൈ 5.4 കിട്ടി. 9 ഡിവൈഡഡ് ബൈ 5.4. 54ൽ 9 എത്ര ഉണ്ട്, 6 അല്ലേ, 6. therefore 1 ഡിവൈഡഡ് ബൈ 6 അല്ല 0.6 വിച്ച് ഈസ് ഈക്വൽ ടു 10 ബൈ 6 ആണ്. 10 ഡിവൈഡഡ് ബൈ 6. നമ്മുടെ ആൻസർ എക്സ് ഈസ് ടു 3 എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 5/3. 5/3 ശരിയല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5/3 എന്ന് കിട്ടി. Therefore x is equal to 5 is the final answer. X is equal to 5. Option 4 is correct. Option 4 is the right answer. Simple question ആണല്ലേ.